അർജുൻ ഹേമ ഇപ്പോൾ കാസർഗോഡ് നിന്ന് നമ്മോടൊപ്പം ഉണ്ട്. അർജുൻ ഹേമ, എങ്ങനെ പുരോഗമിക്കുന്നു പോളിംഗ്? നികേഷ്, എല്ലാ പോളിംഗ് ബൂത്തിലും വലിയ രീതിയിലുള്ളൊരു തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് പ്രത്യേകം ക്യൂ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് കടമ്പാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 48-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ്. വലിയൊരു തിരക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ രാവിലെ ഉള്ളതിൻ്റെ അത്ര തിരക്ക് നമുക്ക് പല ബൂത്തുകളിലും കാണാൻ കഴിയാത്തതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് വേനൽ ചൂടായതുകൊണ്ട് മാത്രമാണ്. ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവർക്ക് ചൂടായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് രേഖപ്പെടുത്താമെന്നുള്ളൊരു കാര്യമാണ് പലരും പറയാൻ തയ്യാറാകുന്നത്. കുട്ടികളുമൊക്കെ ആയിട്ട് പലരും വോട്ട് ചെയ്യാനൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പലരും വാഹനങ്ങളിലൊക്കെയാണ് വരുന്നത്. ബസ്സുകളെ ഒന്നും തന്നെ ആശ്രയിക്കാതെയാണ് എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആദ്യം UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് പടന്നക്കാട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണനും BJP സ്ഥാനാർത്ഥിയായ ML അശ്വിനി മഞ്ചേശ്വരത്തും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനമായി പറയാനുള്ളത്, ഈ ചൂടുകാലമായതിനാൽ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, ആരോഗ്യം, ഈ വെള്ളം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 80.66% എത്തുന്ന ഒരു സാഹചര്യമാണ്. പോളിംഗ് ശതമാനം എത്തുകയായിരുന്നു. അത് ഇത്തവണ കടക്കുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. കാരണം വർഷങ്ങളായി, ഏകദേശം 35 വർഷത്തോളമായി ഇടതിൻ്റെ കോട്ടയെന്നാണ് ഈ കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ 2019 UDFന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഇത്തവണ പക്ഷേ 3 സ്ഥാനാർത്ഥികളോട് സംസാരിക്കുമ്പോൾ ഈ വിജയപ്രതീക്ഷ ഉറപ്പിക്കുകയാണ്. അതിപ്പോൾ കുറച്ച് സമയം മുൻപാണ് ഈ കടമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി BJP സ്ഥാനാർത്ഥിയായ ML അശ്വിനി വോട്ടർമാരെയൊക്കെ പരസ്പരം കണ്ടിരുന്നു. ഒരു വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷം മടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അവരോട് BJP സ്ഥാനാർത്ഥിയോട് സംസാരിച്ചപ്പോഴും ഒരു വിജയപ്രതീക്ഷ പറയുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് പ്രധാനമായും പ്രചാരണം കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും ഇനി ഏകദേശം 26% കടക്കുന്ന ഒരു സാഹചര്യമാണ്. പോളിംഗ് നില ഇപ്പോൾ 26% കടക്കുന്ന സാഹചര്യം. കുറച്ചുകൂടി കഴിയുമ്പോൾ ഏതായാലും 80 കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു ചൂട് എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നുണ്ട്. പ്രായമായവർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പ്രത്യേക കസേരകളൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വലിയൊരു തിരക്ക് നിലവിൽ കാണാൻ കഴിയുന്നില്ല. ഈ രാവിലെ തന്നെ തൃക്കരിപ്പൂരും പയ്യന്നൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ വോട്ടിംഗ് മെഷീനിലെ തകരാറ് കാരണം വോട്ടിംഗ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം.